അർജുനായുള്ള രക്ഷാദൌത്യം നിർണായക ഘട്ടത്തിൽ. ഐപോഡ് റോഡിന്റെ ബാറ്ററികൾ കാർവാർ സ്റ്റേഷനിലെത്തി. പരിശോധന 1 മണിയോടെ. വെല്ലുവിളിയായി പുഴയിലെ അടിയൊഴുക്കും ഇടവിട്ടുള്ള മഴയും. സൈബർ ആക്രമണത്തിനെതിരെ പരാതി നൽകി അർജുന്റെ കുടുംബം. എറണാകുളം വാഴക്കുളത്ത് പള്ളി വികാരി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് സെന്റ് ജോർജ് ഫൊറാന പള്ളി വികാരി ഫാദർ ജോസഫ് കുഴികണ്ണിയിൽ. മരണകാരണം വ്യക്തമല്ല. മൃതദേഹം മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ. കോഴിക്കോട് അമീബിക് മസ്തിഷ്കജ്വരം സംശയിക്കുന്ന 2 കുട്ടികളുടെയും ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടികൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്ന് ഡോക്ടർമാർ. അന്തിമ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. മലപ്പുറത്തെ നിപ ബാധയിൽ സമ്പർക്ക പട്ടികയിലുള്ള 16 പേരുടെ ഫലം കൂടി നെഗറ്റീവ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും ചർച്ച. ബജറ്റ് അവഗണനയിൽ പ്രതിഷേധിച്ച് നീതി ആയോഗ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യ മുന്നണി. പദവിയേക്കാൾ വലുത് രാജ്യമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. കമലാ ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കിയത് ജനാധിപത്യം സംരക്ഷിക്കാൻ. രാജ്യത്തെയും പാർട്ടിയെയും ഒരുമിപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതെന്നും ബൈഡൻ. പാരീസ് ഒളിമ്പിക്സിന് നാളെ തിരിതെളിയും. ഇന്ത്യയുടെ ആധീനമായ അമ്പെയ്ത്ത് മത്സരം ഇന്ന്. ഫുട്ബോളിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ച് മൊറോക്കോ.